കഴിഞ്ഞൊരു വീഡിയോയിൽ വന്ന ഒരു കമൻ്റാണ്. നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ളൊരു മറുപടിയും കൂടിയാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു വിഷയവുമായിട്ടാണ്. നമ്മുടെ കൂട് തുറന്നപ്പം തന്നെ കണ്ടില്ലേ, ഈച്ചകൾ വലയായിട്ട് പണിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിനായിട്ട് നമ്മൾ കൂട് ഇളക്കാൻ പോവുകയാണ്. കൂട് ഇളക്കുന്നതിന് മുമ്പായി മുകളിലുള്ള ഫ്രെയിമുകളൊക്കെ ഒന്ന് ഇളക്കി എന്നിട്ടാണ് നമ്മൾ സൂപ്പർ താഴേക്ക് എടുത്തു വെക്കുന്നത്. എടുത്തു വെച്ച ശേഷം അതിൻ്റെ മേൽമൂടി കൊണ്ട് അടച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാറ്റി വെച്ച കൂട്ടിൽ നിന്നും മുകളിലെ നിലവിലുള്ള കൂട്ടിലേക്ക് ഈച്ചകൾ പറന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പറക്കുമ്പോൾ നമുക്ക് ഈ അടകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പോൾ നമുക്ക് കുത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അടച്ച് താഴേക്ക് വെച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാലിയിട്ട് കൊടുത്ത ഫ്രെയിമിൽ കെട്ടിയിരിക്കുന്ന അടയാണിത്. ഇത്രയും ഈച്ചകൾ അതിനകത്തുണ്ടെങ്കിൽ പോലും ആ അട ഫുള്ളായിട്ട് കെട്ടാൻ അവർ ശ്രമിക്കാതെ റാണി സെല്ലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ മുകളിലത്തെ ഹണി ചേമ്പറിൽ നമ്മൾ 3 ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നാലാമത്തതൊന്ന് കാലി ഇട്ട് കൊടുത്തായിരുന്നു. അതിൽ പോലും സ്വല്പമെങ്കിലും കെട്ടാൻ അവർ തുനിയാതെ പൊരുത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സെറ്റ് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. അത്യാവശ്യം തേൻ കൂട്ടിലേക്ക് വരുന്നുണ്ട്, പക്ഷെ അതിനകത്ത് പണി ചെയ്യാനുള്ള താല്പര്യം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ സെറ്റ് പിരിഞ്ഞു പോവുക എന്നുള്ള താല്പര്യത്തോടെ നിൽക്കുകയാണ്. അതിനാണ് റാണി സെല്ലുകളൊക്കെ കിട്ടുന്നത്. ഈ സമയത്ത് റാണി സെല്ലുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണെങ്കിൽ പോലും പുതിയ വർക്കുകളൊന്നും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റാണി സെല്ല് കെട്ടുകയും ആ കൂട്ടിൽ തന്നെ പണി ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെറ്റ് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിലും അവർ ആ കൂട് നിറയ്ക്കാനാണ് അവർ ശ്രമിക്കുക. എന്നാൽ ഈ കൂട് അങ്ങനെയല്ല. പണിയെടുക്കാനുള്ള സ്പേസ് അവർക്ക് കൊടുത്തിട്ട് അവർ പണിയെടുക്കാതെ റാണി സെല്ല് കെട്ടി പിരിഞ്ഞു പോകാനുള്ള ടെൻഡൻസിയുമായിട്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ വർക്കുകളൊന്നും നടക്കാതിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ റാണി നഷ്ടപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. പുതിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് പണിമുടക്കുന്ന ഒരവസ്ഥ കൂടിനുണ്ടാവുന്നത് ഭയങ്കരമായിട്ട് കൂട് വളരുകയും മുകളിലേക്കൊക്കെ അടകളൊക്കെ കെട്ടാനൊക്കെ ശ്രമിച്ച് കെട്ടി നല്ല രീതിയിലൊക്കെ ആയിരിക്കുകയും അത് നമ്മൾ വെട്ടിയിടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഭയങ്കരമായിട്ട് കൂട് വളർത്തിയിട്ട് ഒരുമിച്ച് വെട്ടിയിടാൻ ശ്രമിക്കാതെ ബ്രൂഡ് ചേമ്പർ നിറഞ്ഞ് 6 അട ഫുള്ളായി മുകളിലേക്ക് കെട്ടിത്തുടങ്ങുമ്പോഴേ നമ്മൾ അടിയിൽ നിന്ന് അടകളെടുത്ത് മുകളിലേക്ക് മുറിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പടിപടിയായിട്ടാണ് അവർ കൂടുകൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരുടെ കൂട് വളരുന്നത് അവർ തന്നെ അറിയുന്നില്ല. എന്നാൽ തേൻ കാലമാവുന്നതിന് മുമ്പ് തന്നെ തേനീച്ച കൂടുകൾ നിറഞ്ഞ് മുകളിലേക്കൊക്കെ അടകളൊക്കെ വെച്ച് കെട്ടി അതിലൊക്കെ തേനും കൊണ്ട് നിറച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ആ കൂട്ടിൽ ചെയ്യാനില്ല. അങ്ങനെ അവര് മടിയനീച്ചയുടെ സെല്ലുകൾ കൂടുതലായിട്ട് ഇടുകയും സെറ്റ് പിരിഞ്ഞു പോകാനുള്ള ടെൻഡൻസി അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവർക്ക് പടിപടിയായിട്ട് പണികൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി തരാതെ അവർ ആ കൂട്ടിൽ തന്നെ നിലനിൽക്കും. രണ്ടാമതായി നമ്മൾ കൂട് പരിശോധിക്കുമ്പോൾ എപ്പോഴും റാണിയെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. റാണി സെല്ലുകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ റാണി നഷ്ടപ്പെടാതെ നമ്മൾ കൂടുകൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ റാണി നഷ്ടപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ക്രമേണ അത് വളർന്ന് 2 സൂപ്പറൊക്കെ നമുക്ക് വെച്ച് തേനെടുക്കാൻ സാധിക്കും. ബൈ ചാൻസ് നമ്മുടെ കൂട് ഇപ്രകാരമായിപ്പോയെങ്കിൽ അതിനെ സെറ്റ് പിരിഞ്ഞു പോകാൻ അനുവദിക്കാതെ നമ്മൾ നിലനിർത്തേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സൈറ്റിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞുള്ള ഒരു കോളനി നമ്മുടെ ഈ പണി മുടക്കിയിരിക്കുന്ന കോളനിയുടെ ആ സ്റ്റാൻഡിൽ കൊണ്ടുവച്ചിട്ട് സ്ട്രെങ്ത് കുറഞ്ഞ ആ കോളനി ഇരുന്ന സ്റ്റാൻഡിലേക്ക് ഈ പണി മുടക്കിയിരിക്കുന്ന തേനീച്ചകളെ കൂടുൾപ്പെടെ സ്റ്റാൻഡിലേക്ക് മാറ്റം ചെയ്യുക.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. ഈച്ചകളെ മാത്രം മാറ്റുമല്ല, കൂടുൾപ്പെടെ എത്രത്തോളം കൂടുണ്ടോ ആ കൂട് സൂപ്പർ എത്ര ഉണ്ടെങ്കിലും ആ സൂപ്പർ ഉൾപ്പെടെ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറ്റുക. അവിടെ ഇരിക്കുന്ന ചെറിയ കോളനി എടുത്ത് ഈ സ്റ്റാൻഡിൽ കൊണ്ടുവെക്കുക. അത്യാവശ്യം കുറച്ച് ടാക്കം പൗഡർ കൂടെ 2 കോളനിയിലും തൂക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഫെറോമോണിന്റെ സ്മെല്ല് നഷ്ടപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആ കോളനി രണ്ടും ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞ കോളനിയിൽ കുറേ ഈച്ചകളൂടെ ആകും. സ്ട്രെങ്ത് കൂടിയിട്ടുള്ള പിരിഞ്ഞു പോകണമെന്നുള്ള ആ ടെൻഡൻസി ഉള്ള കൂട്ടിൽ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. അങ്ങനെ 2 കൂടുകൾ ഡെവലപ്പാക്കി എടുക്കാൻ സാധിക്കും. അത് ഒരു മെത്തേഡാണ്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു രീതിയാണ്. ഇതിന് 2 സ്റ്റാൻഡുകളിലേക്ക് മാറ്റുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളനിയിൽ നിന്ന് തന്നെ മുട്ടയുള്ള ഒരു ഫ്രെയിമും റാണി മുട്ട ഇല്ലാത്ത വേറൊരു ഫ്രെയിമും കൂടെ, രണ്ടും കൂടെ ഈ നിലവിലുള്ള ആ കോളനി സ്റ്റാൻഡിൽ വെച്ചിട്ട് പഴയ റാണിയും 4 ഫ്രെയിമും മേളിലത്തെ സൂപ്പർ ഉൾപ്പെടെ മറ്റേ അടുത്തുള്ള ഒരു സ്റ്റാൻഡിലേക്ക് മാറ്റുകയാണ്. അടുത്ത് മാറ്റി വെക്കുമ്പോഴത്തേക്കും കുറേ ഈച്ചകൾ ഇതിലെ നിലവിലുള്ള സ്റ്റാൻഡിലേക്ക് വരും. അതിനുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ റാണി പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന റാണി വിരിഞ്ഞിറങ്ങുകയും പുതിയൊരു കോളനി ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോഴേക്കും അധികം ഈച്ചകൾ നമ്മുടെ പഴയ സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റാണി വിരിഞ്ഞിറങ്ങി ആ ഭാഗത്തേക്ക് വരികയും നമ്മൾ ഇപ്പം മുറിച്ച് കൊടുത്തിരിക്കുന്ന അടകളൊക്കെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ തന്നെ നമുക്ക് പഴയ റാണിയെ എടുത്തു മാറ്റി പുതിയ റാണി സെല്ല് അതിനകത്തേക്ക് വിരിച്ചിറക്കുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന കോളനികൾ തമ്മിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ രീതി പഴയ റാണിയെ മാറ്റി പുതിയ റാണിയെ വിരിച്ചിറക്കുന്ന രീതി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ഒരു സ്റ്റാൻഡിലേക്ക് ഇതിനെ മാറ്റിയിട്ട് പുതിയ റാണിയെ പഴയ ആ സ്റ്റാൻഡിൽ ആ കൂട്ടിൽ വിരിച്ചിറക്കി നമ്മൾ ഒരു പരീക്ഷണം ചെയ്യുകയാണ്. വിജയകരമായിരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. പണിത്തിരക്ക് കൊണ്ടാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഇനിയും കുറേ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതും പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 2 കൂട്ടിലേക്ക് 2 അടകൾ മാറ്റി 2ഉം 4ഉം എന്നുള്ള നിലയിലേക്ക് മാറിയപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് അടകളെടുത്ത് മുകളിലേക്ക് മുറിച്ച് വിട്ട് കൊടുക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പറിൽ നിന്ന് തന്നെ മുറിച്ച് പകുതിയാക്കി സൂപ്പറിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. പുതിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം മനസ്സിലായി എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.